കർഷക സമരം കേന്ദ്രത്തിന് നൽകിയ തലവേദന ചെറുതല്ല. കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഒരു വേള കർഷക നിയമങ്ങൾ പോലും പിൻവലിപ്പിച്ച സമീപകാലത്ത് ഇന്ത്യ കണ്ട ഐതിഹാസികമായ പോരാട്ടങ്ങളിലൊന്ന്. ഇപ്പോഴും പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും ഡൽഹിയുടെയും അതിർത്തികളിൽ പലപ്പോഴായി സമരം തുടരുന്ന കർഷകർ. പക്ഷേ കഴിഞ്ഞ ദിവസം ശംഭു ഖനൗരി അതിർത്തിയിൽ സമരം ചെയ്തിരുന്ന ആയിരക്കണക്കിന് കർഷകരെ പഞ്ചാബ് പോലീസ് ഒഴിപ്പിച്ചു. നേതാക്കളെ അറസ്റ്റ് ചെയ്തു നീക്കി. സമരത്തിനായി കെട്ടിയുണ്ടാക്കിയ മുഴുവൻ പന്തലുകളും ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു കളഞ്ഞു. കർഷകർക്ക് സമരം ചെയ്യാൻ എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്തിരുന്ന ആം ആദ്മി സർക്കാരിൻ്റെ പോലീസ് ഇപ്പോൾ കർഷകർക്കുമേൽ ഇവാക്വേഷൻ ഡ്രൈവ് നടത്തുന്നു. നോക്കാം കർഷക സമരത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ടായിരുന്ന ആം ആദ്മി സർക്കാരും കളം മാറിയോ? കർഷക സമരത്തിന് ജനപ്രീതി നഷ്ടപ്പെടുകയാണോ? ഫാക്ട് ആൻഡ് ഫോക്കസ്. പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളുടെ അതിർത്തികളാണ് ശംഭുവും ഖനൗരിയും. മാസങ്ങളോളമായി കർഷകർ സമരം നടത്തുന്ന പ്രധാന അതിർത്തികളാണിവ. സമരം കാരണമായി ഒരു വർഷത്തിലധികമായി ഈ രണ്ട് അതിർത്തികളും അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെയാണ് പഞ്ചാബ് പോലീസിന്റെ ഒഴിപ്പിക്കൽ നടന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പ്രതിനിധികളുമായി കർഷക നേതാക്കൾ ചണ്ഡീഗഡിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു കർഷകരുടെ നേതാക്കൾ. അതിൽ ദീർഘകാലമായി നിരാഹാരമിരിക്കുന്ന കർഷക നേതാക്കളായ സർവൻ സിംഗ് പാണ്ഡേറും ജഗദീഷ് സിംഗ് ദല്ലേവാളും ഉണ്ടായിരുന്നു. മടങ്ങി വരും വഴി മൊഹാലിയിലെത്തിയപ്പോൾ ഇവരെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തു. ആംബുലൻസിൽ നിന്നാണ് ദല്ലേവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. അഭിമന്യു കൊഹാർ, കാക്ക സിംഗ് കോട്ര, മഞ്ജിത് സിംഗ് റോയ് തുടങ്ങിയ വേറെയും നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റിന് മുന്നോടിയായി തന്നെ പഞ്ചാബ് പോലീസിന്റെ 3000-ത്തിലധികം വരുന്ന വൻ സുരക്ഷാ സേനയെ ഖനൗരി അതിർത്തിയിൽ വിന്യസിച്ചിരുന്നു. വലിയൊരു സൈന്യം ശംഭു ബോർഡറിലും ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ ബസ്സുകൾ, ആംബുലൻസുകൾ, അഗ്നിരക്ഷാ വാഹനങ്ങൾ, കലാപം തടയാനുള്ള ആയുധങ്ങൾ ഇങ്ങനെ തുടങ്ങി വലിയ സന്നാഹങ്ങളുമായാണ് പോലീസ് എത്തിയത്. സമരക്കാർക്ക് ഒഴിഞ്ഞു പോകാൻ 10 മിനിറ്റ് സമയം കൊടുത്തു. പിന്നീട് എല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത് ബസ്സുകളിലാക്കി കൊണ്ടുപോയി. പോലീസിനെ ന്യായീകരിക്കുകയാണ് പഞ്ചാബ് ആം ആദ്മി സർക്കാരിൻ്റെ ധനകാര്യമന്ത്രി ഹർപൽ സിംഗ് ചീമ ചെയ്തത്. സമരം മൂലം കാലങ്ങളായി ഹൈവേ അടച്ചിട്ടത് വഴി സംസ്ഥാനത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട്. ഇതാണ് ധനകാര്യമന്ത്രി പറയുന്ന ന്യായം. ശംഭു ഖനൗരി ഹൈവേകൾ പഞ്ചാബിൻ്റെ ജീവനാഡികളാണ്. ഇവ അടച്ചിട്ടതുകൊണ്ട് സംസ്ഥാനത്തെ വ്യവസായങ്ങളെയും ബിസിനസ്സിനെയുമെല്ലാം വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. യുവാക്കൾക്ക് ജോലി നൽകാനും സംസ്ഥാനത്തെ വാണിജ്യരംഗം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ആം ആദ്മി സർക്കാർ ശ്രമിക്കുന്നത്. ഇതായിരുന്നു ധനമന്ത്രിയുടെ വാദം. കർഷകർ കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം ചെയ്യുന്നത്. അതുകൊണ്ട് അവർ ഡൽഹിയിൽ പോയി സമരം ചെയ്യട്ടെ എന്നാണ് മന്ത്രി ചീമ പറയുന്നത്. എന്നാൽ ആം ആദ്മി സർക്കാർ തങ്ങളെ ചതിച്ചുവെന്നാണ് കർഷകർ പറയുന്നത്. കർഷകർക്ക് പല വാഗ്ദാനങ്ങളും നൽകി നിരാഹാര സമരം പിൻവലിപ്പിക്കാൻ പഞ്ചാബ് ഗവൺമെൻറ് ശ്രമിച്ചു. പക്ഷേ തങ്ങളുടെ നേതാക്കളെ തടവിലാക്കുകയാണ് സർക്കാർ ചെയ്തത് എന്നും കർഷകർ ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം കർഷക നേതാക്കളും സർക്കാർ പ്രതിനിധികളും തമ്മിൽ ചർച്ചകൾ നടന്നതാണ്. മെയ് 4-ന് അടുത്ത മീറ്റിംഗ് ഉണ്ടാകുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ തന്നെ അറിയിച്ചതുമാണ്. എന്നിട്ടും ചർച്ച നടന്ന ഉടനെ പഞ്ചാബ് പോലീസ് കർഷകരെ ഒന്നാകെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. സമരപ്പന്തലുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് പൊളിച്ചു നീക്കുന്നു. ഇതോടെ ആം ആദ്മി സർക്കാരിനും മുഖ്യമന്ത്രി ഭഗവത് മാന്നിനുമെതിരെ പഞ്ചാബിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കർഷക സമരത്തെ മഹത്തായ പോരാട്ടമായി കാണുന്നുണ്ടെങ്കിലും അതിർത്തികൾ തുറക്കണമെന്ന്, ഹൈവേകൾ ഒടിഞ്ഞുകൊടുത്തരണമെന്ന്, ഗതാഗതം സുഗമമാക്കണമെന്ന് പഞ്ചാബിലെ വ്യവസായികൾ കുറേയായി ആവശ്യപ്പെടുന്നുണ്ട്. ആം ആദ്മി സർക്കാരാണ് ഇവിടെ പ്രതിരോധത്തിലായത്. പഞ്ചാബിൽ നിന്നും നിക്ഷേപകർ പോലും പിൻവലിയുന്ന സാഹചര്യം വന്നിട്ടുണ്ടത്രേ. ഗതികെട്ട് കർഷകരെ ഹൈവേയിൽ നിന്ന് ഒഴിപ്പിക്കാൻ ആം ആദ്മി സർക്കാരിനെ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകം കൂടിയുണ്ട്. ലുധിയാന വെസ്റ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണം. ജൂലൈ 11-നകം അസംബ്ലി സീറ്റിലേക്ക് പുതിയ ആളെ കണ്ടെത്തണം. ഇപ്പോഴത്തെ രാജ്യസഭാ MP കൂടിയായ സഞ്ജീവ് അറോറയെയാണ് ആം ആദ്മി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒന്നാം തരം ഒരു വ്യവസായിയാണ്. അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം പഞ്ചാബിൽ ആം ആദ്മി വല്ലാതെ വിയർക്കുന്നുണ്ട്. സംസ്ഥാനത്ത് പ്രതിപക്ഷം നന്നായി പണിയെടുക്കുന്നുണ്ട്. വിജയിക്കണമെങ്കിൽ ആം ആദ്മിക്ക് കുറച്ചൊന്നും അധ്വാനിച്ചാൽ മതിയാകില്ല. ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി അരവിന്ദ് കെജ്രിവാൾ ലുധിയാന സന്ദർശിച്ചിരുന്നു. ലുധിയാനയിലെ വലിയ ഇൻഡസ്ട്രിയൽ ഹബ്ബിൽ നിന്നും കെജ്രിവാളിന് കിട്ടിയ വിവരമനുസരിച്ച് ബിസിനസ് സമൂഹം ഇപ്പോൾ നിരാശയിലാണ്. കർഷക സമരം കാരണം ഗതാഗതം സ്തംഭിച്ചത് അവരെ നന്നായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യവസായ സമൂഹത്തിൻ്റെ വലിയ വിഭാഗം വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ
കർഷകരെ ഒഴിപ്പിക്കുകയാണ് ഇപ്പോൾ ആം ആദ്മി ചെയ്തത്. ഇതാണ് ജനങ്ങളുടെ വിലയിരുത്തൽ. അതിർത്തികൾ തുറക്കണമെന്ന ആവശ്യം പഞ്ചാബ് നിയമസഭയിൽ കുറച്ചായി പലരും ഉയർത്തുന്നുണ്ട്. കേന്ദ്രം കൊണ്ടുവന്ന നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് പോളിസിയെ കർഷകരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ എതിർക്കുന്നു. അതേസമയം കർഷകരോട് റോഡിലെ തടസ്സം നീക്കാൻ പലകുറി സർക്കാർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കർഷകരുമായുള്ള മീറ്റിംഗിൽ വെച്ച് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയതാണ്. പക്ഷേ തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ പിന്നോട്ടില്ലെന്ന കർഷകരുടെ വാശിയിൽ റോഡിലെ തടസ്സം മാത്രം അങ്ങനെ തന്നെ നീങ്ങാതെ നിന്നു. ഇപ്പോൾ ആം ആദ്മി സർക്കാർ കർഷകരെ ബലം പ്രയോഗിച്ച് നീക്കിയിരിക്കുന്നു. ഉപരോധങ്ങൾ പഞ്ചാബ് ഡൽഹി ഹൈവേയിലൂടെയുള്ള യാത്രയെ ബാധിച്ചതോടെ പൊതുജനങ്ങൾക്കിടയിലും കർഷക പ്രക്ഷോഭത്തിനുള്ള പിന്തുണ കുറഞ്ഞു വരികയാണ്. ചർച്ചകൾക്ക് വേണ്ടി നേതാക്കൾ സമരകേന്ദ്രത്തിൽ ഇല്ലാത്ത ദിവസമായിരുന്നു ഇന്നലെ. ഈ അവസരമാണ് പോലീസ് മുതലെടുത്തത്. ഈ അവസരം ആം ആദ്മിക്കെതിരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ BJPയും ഒരു ഭാഗത്ത് ശ്രമിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരും കർഷകരും തമ്മിലുള്ള പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടുമെന്ന് ആം ആദ്മി പാർട്ടി ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രിമാരുമായുള്ള വളരെ സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മടങ്ങുമ്പോൾ തന്നെ കർഷക നേതാക്കളെ പഞ്ചാബ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്നാണ് കേന്ദ്രമന്ത്രി രവനീത് ബിട്ട് പറഞ്ഞത്. പ്രക്ഷോഭം നടത്താൻ അതിർത്തികളിൽ കർഷകർക്കായി വെള്ളവും വൈഫൈയും ഒരുക്കി കൊടുത്തവരാണ് ആം ആദ്മി പാർട്ടി. ഇപ്പോൾ കച്ചവടക്കാരുടെ വാക്കും കേട്ട് തെരഞ്ഞെടുപ്പിൽ ഒരു വ്യവസായിയുടെ വിജയവും മനസ്സിൽ വെച്ച് ആം ആദ്മി കർഷകരെ വഞ്ചിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ഭഗവന്ത് മാനിനും കൂട്ടർക്കും ലുധിയാനയിലെ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടത് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ കർഷകനായി വളർന്നു വന്ന അദ്ദേഹം കർഷക സമരത്തിൻ്റെ മിടിപ്പറിയാത്ത വ്യക്തിയല്ല. കർഷകരെ ചതിച്ചത് ആം ആദ്മിക്ക് ഗുണം ചെയ്യില്ല.